കലോത്സവം എപ്പോഴും അവസാനിക്കുന്നു അതുവരെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ, ഞങ്ങളുടെ പോലീസ് മാവന്മാർ, പോലീസ് ചേട്ടന്മാർ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സഹകരിക്കുന്നത്. കേരള പോലീസിൻ്റെ ഒരു സ്റ്റാളിലാണ് നമ്മളുള്ളത്. സൗജന്യമായ ഐസ്ക്രീം വിതരണമാണ് ഇവിടെ നടക്കുന്നത്. കേരള പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു സംഭവം. എൻ്റെ പേര് വിനു എന്നാണ്. ഞാനിവിടെ പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലയുടെ സെക്രട്ടറിയാണ്. ഇത് ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ പ്രോഗ്രാം കലോത്സവം ആരംഭിച്ച് എപ്പോഴും അവസാനിക്കുന്നോ അതുവരെ ത്രൂ ഔട്ടായിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ്. അതായത് ഐസ്ക്രീം വിതരണമുണ്ട്, അതോടൊപ്പം ഞങ്ങൾ ചൂടുവെള്ളമുണ്ട്, ചുക്ക് കാപ്പിയുണ്ട്, വൈകുന്നേരം ചുക്ക് കാപ്പിയുണ്ട്. കുട്ടികളുടെ മഞ്ഞ് സീസണും കൂടെയൊക്കെയാണല്ലോ, അപ്പോൾ തൊണ്ടയ്ക്കൊക്കെ ഒന്ന് ഊർജ്ജം കൊടുക്കുന്നതിന് വേണ്ടി ചുക്ക് കാപ്പി അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവിച്ച ഏത്തപ്പഴമുണ്ട്, പുഴുങ്ങിയ പഴമുണ്ട്, അതോടൊപ്പം തന്നെ കപ്പ, അതുപോലെ ചമ്മന്തി, അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ഉണ്ട്. ത്രൂ ഔട്ടായിട്ട് ഞങ്ങളുടെ കൗണ്ടർ എപ്പോഴും സജീവമായിരിക്കും. എപ്പോഴും ഞങ്ങളിവിടെ ഇത് എപ്പോഴും ത്രൂ ഔട്ടായിട്ട്, അതായത് ഈ കലോത്സവം എപ്പോഴും അവസാനിക്കുന്നു അതുവരെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ, അതെ, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ മുഴുവൻ പേരും, മാധ്യമപ്രതിനിധികൾക്ക് വേണ്ടിയിട്ട്, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, ഇവിടെ എത്തുന്ന മുഴുവൻ പേർക്കും വേണ്ടിയിട്ട്. കേരള പോലീസ് ജനകീയമാണ്. ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കൂടുതൽ ജനകീയമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. വരും കലോത്സവത്തിലും ഞങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ കലോത്സവങ്ങളിലും ഞങ്ങളുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പോലീസ് സംഘടനകൾ ചേർന്ന് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചു. കാലങ്ങളായി തുടർന്നൊരു സംവിധാനമാണ്. കഴിഞ്ഞ വർഷം കുറച്ചുകൂടി ജനകീയമായി, ഈ വർഷം അതിനേക്കാൾ കൂടുതൽ ജനകീയമായി ചെയ്യുന്നത്. കേരള പോലീസുകാർ വളരെ സൗഹൃദത്തിലാണ്. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ പോലീസ് മാവന്മാർ, പോലീസ് ചേട്ടന്മാർ എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സഹകരിക്കുന്നത്. അവരെപ്പോഴും ഓടി വന്ന് ഞങ്ങളോട് വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങൾ സഹകരിക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങോട്ട് സഹകരിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി. പോലീസ് ഇങ്ങനെ ജനകീയമായതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. കാരണം കുട്ടികളൊക്കെ ഭയം കൂടാതെ, പേടി കൂടാതെ പോലീസിനെ കാണാൻ, പണ്ട് പോലീസിനെ കണ്ട ഭയപ്പെട്ട് പേടിച്ച് ഓടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നൊക്കെ മാറി ഇത്തരം നല്ല പ്രവർത്തികൾ ഏറ്റെടുത്തതിലുള്ള സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുന്നു. കേരള പോലീസിനെ വളരെ ജനകീയമാക്കുന്ന ഒരു പദ്ധതിയാണിത്. അതായത് വരുന്ന എല്ലാവർക്കും, മത്സരാർത്ഥികൾക്ക് മാത്രമല്ല കാണികളായി വരുന്ന എല്ലാവർക്കും ഇവിടെ ഐസ്ക്രീം സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. കേരള പോലീസ് അസോസിയേഷൻ്റെ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് കേരള പോലീസ് കൂടുതൽ ജനകീയമാകുക എന്ന രീതി, അതായത് കേരള പോലീസിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരെ മാമന്മാരെ പോലെ, അല്ലെങ്കിൽ നമുക്ക് മുമ്പൊക്കെ കേരള പോലീസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. എന്നാൽ ഇപ്പോൾ അതങ്ങനെയല്ല, അവരെ കൂടുതൽ ജനകീയയിലേക്ക് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേരള പോലീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംഭവം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം ഫൈസൽ അസീസ്.